നമസ്തേ. ഇത് വൃദ്ധജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. ദയവ് ചെയ്ത് ഇത് മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നോക്കിയ ശേഷം ഇത് പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്യാൻ കഴിയുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. സാധാരണ രീതിയിൽ വയസ്സായ ഒരു വീട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മക്കളും മരുമക്കളൊക്കെ ജോലിക്ക് പോകും, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവരൊക്കെ ഒരു ഒറ്റപ്പെടലിൻ്റെ ലോകത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പണ്ട് മുൻകാലങ്ങളിൽ ഔദ്യോഗിക പദവിയിൽ ഇരുന്നപ്പോഴും അല്ലാതെ ഉള്ള നമ്മൾ നല്ല അനുഭവങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പം നല്ല അനുഭവങ്ങൾ നല്ല പോസിറ്റീവ് എന്നെത്തി തരും. മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ കുറച്ച് ടിപ്സ്, യോഗാസനങ്ങളും പ്രാണായാമവും മെഡിറ്റേഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കഴിയുന്നത് രീതിയിൽ ചെയ്യാം. ഉറക്കം ഉണർന്നാൽ ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എക്സസൈസ്. കൈ ഇങ്ങനെ വയ്ക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുവരുന്നു. പാദം മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട്. ഇത് നാഡീഞരമ്പുകളൊക്കെ വലിച്ച് നിവർത്തിക്കൊണ്ടുവരുമ്പോൾ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും വളവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നതായ ആ കൊഴുപ്പൊക്കെ അലിഞ്ഞ് മാറി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മരവിപ്പും വേദനയൊക്കെ മാറിക്കിട്ടും. ഇതൊരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അപ്പം തന്നെ എല്ലുകൾക്ക് ബലം കിട്ടും. അങ്ങനെ ഈ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശ്വാസകോശത്തിൽ അക്യുമുലേറ്റ് അടിഞ്ഞു കൊടുക്കുന്നതായ ആ ദുഷിച്ച ഊർജ്ജമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ശ്വാസകോശം നല്ലപോലെ പ്യൂരിഫിക്കേഷന് വിധേയമാക്കും. അതാണ് ഈ സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് അടുത്ത ചെയ്യുന്ന കണ്ഠരാസനം. കാൽമുട്ട് മടക്കി കണങ്കാലിലേക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാൻ പറ്റാത്തവർക്ക് കൈ ഇങ്ങനെ വെച്ചാൽ മതി. പിടിച്ചുകൊണ്ട് നമ്മൾ കഴുത്ത് വേദന, പെടലി വേദനയൊക്കെ മാറാനും തലയുടെ ഭാഗത്തേക്ക് രക്തത്തിൻ്റെ ഫ്ലോ ഉണ്ടാകാനും അതിലൂടെ തന്നെ നമുക്ക് തലവേദന, തലയിറക്കം മാറും, മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, കണ്ണിന് മുഖത്തിന് ക്ലാരിറ്റി കിട്ടും, കഴുത്ത് വേദന, പെടലി വേദനയൊക്കെ മാറിക്കിട്ടും. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം ഹിപ്പ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് വലത് ഭാഗത്തേക്ക് കഴുത്ത് ചരിച്ചു കൊടുക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഇങ്ങനെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കഴുത്ത് ചരിച്ചു കൊടുക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഹിപ്പ് താഴ്ത്തി കൊണ്ടുവരുന്നു. ഒരു പ്രാവശ്യം കൂടെ നോക്കുക. ഇതും 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് താഴെ. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുള്ള 7 കശേരുക്കൾ, സെർവിക്കൽ വെർട്ടിബ്ര എന്നുള്ള 7 കശേരുക്കളും ഫ്ലെക്സിബിൾ ആകുമ്പോൾ കഴുത്ത് വേദന, പെടലി വേദനയൊക്കെ മാറിക്കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ കട്ടിലിൽ നിന്ന് തന്നെ നമ്മൾ വലതുവശം മെല്ലെ ചരിഞ്ഞ് നികുഞ്ചാസനം. നികുഞ്ചാസനം എന്ന് പറയുമ്പോൾ ആദ്യ മുദ്രയിൽ കൈവച്ച് നെറ്റി ഇങ്ങനെ താഴെ കൊള്ളിച്ച് ഇങ്ങനെ കിടന്നിട്ട് പ്രണവമന്ത്രം ചൊല്ലുന്നു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പീനിയൽ ഗ്ലാൻഡും മുൻസോതി മർമ്മം ഭൂമി ശരിക്കും ടച്ച് ചെയ്തിരിക്കുമ്പം ആ ഭാഗം നല്ലപോലെ ഭൂമിയിൽ നിന്നുള്ള ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മൾ മർമ്മ ചികിത്സയിൽ കുമ്പിടും കാലം എന്ന് പറയുന്നത് കൺപുര്യങ്ങളുടെ മധ്യഭാഗം. അത് നമുക്ക് ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഭാവന, ഉൾക്കാഴ്ച, ആന്തരിക്കാനും ശ്രദ്ധയൊക്കെ പ്രദാനം ചെയ്യുന്നു. അവിടുന്ന് 1.5 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് പീനിയൽ ഗ്ലാൻഡുമായിട്ടുള്ള കണക്ഷനാണ്. പീനിയൽ ഗ്ലാൻഡാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർമോൺസ് പകൽ നമുക്ക് നല്ല എനർജി കിട്ടാൻ വേണ്ടി സെറാട്ടോണിൻ എന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാത്രിയിൽ നല്ല സുഖ ഉറക്കം കിട്ടാൻ വേണ്ടി മെലാട്ടോണിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി നെറ്റിത്തടത്തിൽ ആ മുടി തുടങ്ങുന്ന ഭാഗത്ത് അവിടെ മുൻസോതി മർമ്മം എന്ന് പറയും, അതായത് സ്ത്രീകളുടെ സീമന്തരേഖ എന്നുള്ള ഭാഗം. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് തേടി ചക്ര അഥവാ മുക്കണ്ണ്, തിരുനെറ്റി, ത്രികുടി, ഭ്രൂമത്തി എന്നൊക്കെ പറയുന്നത്. ഈ മൂന്നും കൂടെ ചേർന്ന് നല്ലപോലെ അത് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമുക്ക് സിക്സ്ത് സെൻസ് വർക്കൗട്ടാണത്. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ആദ്യ മുദ്രയിൽ കഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ കൈവയ്ക്കണം. തൊട്ടിലേക്ക് ഒന്ന് ഉറങ്ങുമ്പോഴും ഇങ്ങനെയാണ്. ഈ വലത് കൈ ഇങ്ങനെ പിടിക്കുമ്പം തലച്ചോറിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നല്ലപോലെ ആക്ടിവേറ്റ് ആവും. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ പിടിക്കുമ്പം തലച്ചോറിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ നല്ലപോലെ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കിടന്നിട്ട് നമ്മൾ ഓം എന്നുള്ള പ്രണവ മന്ത്രം ചൊല്ലുമ്പം ശരിക്കും ഓം ചൊല്ലാൻ ആഗ്രഹിക്കാത്തവർക്ക് എന്നുള്ള വൈബ്രേഷൻ കൊടുത്താലും മതി. തലച്ചോറിലെ ചെറിയ രക്തക്കുഴലിലെ സ്കെയിലിംഗ് ഒക്കെ അലിഞ്ഞ് മാറി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാകുമ്പം നമുക്ക് കണ്ണിനും മുഖത്തിന് നല്ല ക്ലാരിറ്റി കിട്ടും, മുടി കൊഴിച്ചിൽ ഒഴിവായി കിട്ടും, കഴുത്ത് വേദന, പെടലി വേദന മാറും, പിന്നെ പാർക്കിൻസൺസ് രോഗം വരില്ല, ഡെമൻഷ്യ, അൽഷിമേഴ്സ് രോഗങ്ങൾ വരില്ല, തളർവാദം വരില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് ലളിതാസനമാണ്. നേരത്തെ ചെയ്ത കണ്ഠരാസനം പോലെ വളരെ ലളിതമായ ആസനമാണ്. ഇങ്ങനെ കിടന്നിട്ട് നമ്മളിത് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ മുഖം നോക്കിക്കോളും. 21 പ്രാവശ്യം ഓം ചൊല്ലിയ ശേഷം കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ മുഖം ചുമന്ന് തൊടുത്തിരിക്കും. ഹൃദയത്തിൽ നിന്നുള്ള രക്തം തലയുടെ ഭാഗത്ത് കേന്ദ്രീകരിക്കും. ഇങ്ങനെ കിടന്നിട്ട് പ്രണവമന്ത്രം ഒരു 21 പ്രാവശ്യം ചൊല്ലുക. ശ്വാസം എടുത്തിട്ട് അത് കഴിഞ്ഞാൽ മെല്ലെ എഴുന്നേറ്റ് കട്ടിലിൽ തന്നെ ഇരിക്കുക. ഇരുന്നിട്ട് ജോയിൻസ് എല്ലാം ഫ്രീ ആക്കുന്ന എക്സസൈസ്, ശിഥിലീകരണ വ്യായാമം, എല്ലാ ജോയിൻസും. അത് കട്ടിലിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം. പ്രധാനമായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എല്ലാ ജോയിൻസും വിരലുകളാണ്. വയസ്സായവർക്ക് വിരലുകൾ കൊണ്ടുവന്ന കോച്ചിപ്പിടുത്തമൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ബലം കൊടുത്ത് മടക്കി കൊണ്ടുവരുന്നു, വേഗത്തിൽ വിടുന്നു, മടക്കി കൊണ്ടുവരുന്നു, വേഗത്തിൽ വിടുന്നു. ഇത് ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ വിരലുകൾ ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട്, പിന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കിയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ വിരലുകളിലേക്കുള്ള രക്തപ്രവാഹം സുഗമമാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വിരലുകൾ കൊണ്ടാതെ കോച്ചിപ്പിടുത്തം മാറിക്കിട്ടും. ഇനി അടുത്ത മണിബന്ധമാണ്. ഇങ്ങനെ 1 2 3 ഓരോന്നും 10 പ്രാവശ്യം വീതം ചെയ്യുക. അടുത്ത മുകളിലേക്ക് 1 2 3 4 രണ്ട് കൈയും 1 2 3 4. ഇനി മുഷ്ടി ചുരുട്ടിയിട്ട് 1 2 3 3 2 1. ഓരോന്നും 10 പ്രാവശ്യം വീതം ചെയ്യണം, നന്നായിരിക്കും. ഇനി അടുത്തത് ഈ ഭാഗം ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ ശ്വാസം 1 2 3 4. അതും 10 പ്രാവശ്യം 1 2 3 4. അടുത്തത് അതെല്ലാം 10 പ്രാവശ്യം 1 2 3. തിരിച്ച് 3 2 1. 1 2 3 3 2 1. പിന്നെ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ മുന്നിലേക്ക് കറക്കുക, പുറകിലേക്കും കറക്കുക. 1 1 2 3 3 2 1. ഇങ്ങനെ 1 2 3 3 2 1. 1 2 3 3 2 1. 1 2 3 3 2 1. ഷോൾഡർ ഫ്രീ ആയി. ഇനി അടുത്തത് കഴുത്തിൻ്റെ എക്സസൈസാണ്. താടി നെഞ്ചിലേക്ക് മുട്ടിക്കുന്ന 1, നേരെ 2, വലത്തോട്ട് 3, നേരെ 4, മുകളിലേക്ക് 5, നേരെ 6, ഇടത്തോട്ട് 7, നേരെ 8, മുകളിലേക്ക് 9, നേരെ 10. ഇത് 10 പ്രാവശ്യം ചെയ്യേണ്ടതാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് തലയുടെ പുറകിൽ കൈ ഇങ്ങനെ കോർത്ത് വയ്ക്കുന്നു. ശ്വാസം എടുത്ത് ഇങ്ങനെ പുറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് 2, വീണ്ടും 3, 4. പിന്നെ അടുത്തത് ഒരു കൈ കൊണ്ട് ചെവിയുടെ പിടിക്കുന്നു, ശ്വാസം എടുക്കുക, വിട്ടുകൊണ്ട് തിരിച്ച്. പിന്നെ നെക്ക് റൊട്ടേഷനാണ്, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. താടി നെഞ്ചിൽ കുളിച്ച് ആദ്യം വലത്തോട്ട്, ഇനി ഇടത്തോട്ട്. അപ്പോൾ നെക്കിൻ്റെ ആയി. അത് കഴിഞ്ഞ് അടുത്ത ഹിപ്പിൻ്റെ ആണ്. ഹിപ്പിൻ്റെ നമ്മൾ ശ്വാസം എടുത്ത് പുറകിലേക്ക് അർത്ഥ ചക്രാസനം പുറകിലേക്ക് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം, പാദത്തിലേക്ക് പിടിച്ച് മാക്സിമം തല കുമ്പിടുന്നതാണ്. ശ്വാസം എടുത്ത് പുറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട്, അത് കഴിഞ്ഞാൽ ഹിപ്പ് റൊട്ടേഷനാണ്. അത് കട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത് വയസ്സായവർക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും, അതായത് ശരിക്കും ഇങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 10 പ്രാവശ്യം വേദം ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ കാൽമുട്ടുകളുടെയാണ്. കാൽമുട്ടുകളുടേത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിന്നിട്ട് പതുക്കെ ഇങ്ങനെ കറക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ്. തിരിച്ചും കറക്കാം, ഇങ്ങനെ പുറത്തൂടെ. അടുത്തത് അസൗകര്യം ഉള്ളവർക്ക് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ട, നമ്മൾ എവിടെയെങ്കിലും ഒരു സപ്പോർട്ടോട് പിടിച്ചുകൊണ്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്വാസം എടുത്ത് ഉപ്പിറ്റ് ഉയർത്തി കൊണ്ടുവരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പിറ്റ് ഉയർന്നു തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഇതുവരെ വരണം, ഉപ്പിറ്റ് ഉയർന്നു തന്നെ ആയിരിക്കണം. അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക, ഉയർന്നു വരിക. അങ്ങനെ ചെയ്ത് ശീലിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ പവർ യോഗയാണ്. തലച്ചോറിൻ്റെ ഈ ഭാഗം, റൈറ്റ് സൈഡിൽ ചെവിയുടെ ഭാഗം, ഈ താഴത്തെ ഭാഗം ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പം ലെഫ്റ്റ് ഹെമിസ്ഫിയർ നല്ലപോലെ ആക്ടിവേറ്റ് ആവും. റൈറ്റ് ഹെമിസ്ഫിയർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് ഇങ്ങനെ ഏത്തം വിടണ മാതിരി ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വന്ന് കുത്തിയിരിക്കണം. അപ്പോൾ ഉപ്പിട്ട് താഴെ പതിഞ്ഞിരിക്കണം. ഇങ്ങനെ ഉപ്പിട്ട് പതിഞ്ഞിരിക്കണം. ശ്വാസം എടുത്ത് ഉയർന്നു വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പിട്ട് താഴെ പതിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഗുണം ഇങ്ങനെ പിടിക്കുമ്പം ബ്രെയിൻ നല്ലപോലെ ആക്ടിവേറ്റ് ആവും, രണ്ട് സൈഡും. ഒപ്പം തന്നെ മുട്ടുവേദന വരില്ല. പിന്നെ തുട വന്ന് വയറിൽ അമരുമ്പം വയറ് ചാടില്ല. ഈ ഭാഗം മുകളിൽ പാൻക്രിയാസ് പ്രസവമാകുമ്പം പാൻക്രിയാസിലെ നീർക്കെട്ടൊക്കെ മാറി ഇൻസുലിൻ പ്രൊഡക്ഷനൊക്കെ പ്രോപ്പറാവും. ഇവിടെ ലിവർ കുറച്ച് മുകളിലായതുകൊണ്ട് ഈ ഭാഗം ടച്ച് ചെയ്യുമ്പം ഫാറ്റി ലിവറൊക്കെ മാറിക്കിട്ടും. പിന്നെ വൻകുടൽ, ചെറുകുടൽ, പാൻക്രിയാസ്, പിന്നെ കിഡ്നീസ്, അതുപോലെ തന്നെ കിഡ്നിയിൽ ബ്ലഡ് ഫിൽട്രേഷൻ നല്ലപോലെ നടക്കും. അതുപോലെ ആമാശയം ഇതിൽ ദഹന പ്രക്രിയ നല്ലപോലെ നടക്കും. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും വരില്ല. വളരെ ഗുണകരമാണ് ഇപ്പോൾ ചെയ്ത ബ്രെയിൻ പവർ യോഗ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് കണങ്കാലിൻ്റെയാണ്. കണങ്കാലിങ്ങനെ മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, വലത്തോട്ട് ഇടത്തോട്ട്, വലത്തോട്ട് ഇടത്തോട്ട്, ക്ലോക്ക് വൈസായിട്ട് കറക്കാം, ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് കറക്കാം. രണ്ട് കാലം 1 2
3 4 1 2 3 4 1 2 3 3 2 1. എന്നിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് ഉപ്പിട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തുള്ളുക. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തേക്കും എനർജി. പിന്നെ അതിന് ഉപ്പിട്ടി മാത്രം താഴെ ടച്ച് ചെയ്യണം. പിന്നെ കാലിങ്ങനെ ചരിച്ച് വെച്ചോണ്ട്. ഇപ്പോൾ ശിഥിലീകരണ വ്യായാമം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി ഭസ്ത്രികാ പ്രാണായാമമാണ് ചെയ്യാൻ പോണത്. ശ്വാസകോശം വികസിക്കാൻ കൈ ഇങ്ങനെ വയ്ക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് അരയ്ക്കും പോലെ. അപ്പോൾ ഇത് ശ്വാസകോശം വികസിക്കുമ്പം പ്രാണസഞ്ചാരത്തിലുള്ള ഗ്യാപ്പ് കിട്ടും. മൂക്കടപ്പ്, തുമ്മൽ, ജലദോഷമൊക്കെ വരില്ല. പിന്നെ അത് കഴിഞ്ഞത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ശ്വാസം എടുക്കുന്നത് പൂരകം, ഹോൾഡ് ചെയ്യുന്നത് കുംഭകം, പുറത്തേക്ക് വിടുന്നത് രേചകം. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കുംഭകമില്ല, ഹോൾഡ് ചെയ്യുന്നില്ല. അതിങ്ങനെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കുറേ കൂടെ ഫാസ്റ്റായിട്ട്. ഇത് 20, 40, 80 ആ ഒരു രാശികളാണ് ചെയ്യേണ്ടത്. അത് ഭസ്ത്രികാ പ്രാണായാമം എന്നാണ് എൻ്റെ പേര്. എൻ്റെ പാർട്ട് 2 ഇങ്ങനെ മുകളിലേക്ക് കഴുത്ത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉദാനവായുവിൻ്റെ സ്പേസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉദാനവായുവിൻ്റെ സ്പേസ് ഉണ്ടെങ്കിൽ പാരാതൈറോയിഡിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആവുള്ളൂ. അങ്ങനെ വന്നാൽ തൈറോയ്ഡ് കംപ്ലൈൻറ്റ് ഉണ്ടാകില്ല. ശ്വാസം എടുത്തിങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കുംഭകമില്ല. മൂന്നാമത്തെ ഫാസ്റ്റ് സ്റ്റാർട്ട്. ഇത് ഭസ്ത്രികാ പ്രാണായാമം എന്ന് പറയും. ഇനി അടുത്തത് കപാലഭാതി പ്രാണായാമം. കപാലഭാതി പ്രാണായാമം മുദ്രയിൽ കൈവച്ചുകൊണ്ട് ചെയ്യണതാണ് നല്ലത്. ആദ്യം പഞ്ചഭൂതങ്ങൾ ഉണർത്താൻ, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, പഞ്ചഭൂതങ്ങളാണ് ഉണർത്താൻ വേണ്ടിയിട്ട് ഓരോ വിരലുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ചെയ്യുക. അത് കപാലഭാതി പ്രാണായാമം ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അനങ്ങാതിരിക്കുന്ന ഭാഗത്ത് ഭാവിയിൽ ക്യാൻസറായി മാറാവുന്ന മുഴകളോ സിസ്റ്റോ ഫൈബ്രോയിഡ് ട്യൂമറോ ഒന്നും വരില്ല. അപ്പോൾ നമുക്കറിയാം, പുഴയുടെ നടുക്ക് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യില്ല. കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യം ഓരോന്നും 10 പ്രാവശ്യം വീതമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കുറച്ച് സമയം എടുത്താൽ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം വിടുക മാത്രമാണ് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുന്നില്ല. ശ്വാസം വിടുമ്പം വയറ് നട്ടലിനോട് ചേർത്ത് ഒട്ടിക്കുകയും മുകളിലേക്ക് പിടിച്ചു നിർത്തുകയും ചെയ്യണം. നോക്കിക്കോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം കയറിക്കോളും. 1 2 3 ഓരോന്നും 10 പ്രാവശ്യം വീതമാണ്. 1 2 3 1 2 3 1 2 3 1 2 3. എന്നിട്ട് അടുത്തത് നമ്മൾ പഞ്ചപ്രാണനെ ഉണർത്താണ്. പഞ്ചപ്രാണ, ഇത് പ്രാണമുദ്ര. പ്രാണൻ കുടിയിരിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിലെ ഹൃദയത്തിലുമാണ്. ഒരു പ്രാണൻ എടുത്ത് നമ്മൾ ഭൂമിയിലേക്ക് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പിറന്നു വീഴുന്നു. ആ പ്രാണനാണ് ബാക്കിയുള്ള 4 പ്രാണനെ 5 ഉപപ്രാണനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് അപാനമുദ്ര. അപാനമുദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഗ്യാസ്, അത് ആമാശയത്തിലാണ്. ഗ്യാമ്പക്കം വിടുന്ന ഗ്യാസ്, അത് ഇതാണ് അപാനമുദ്ര. അടുത്തത് വ്യാനമുദ്ര എന്ന് പറയുമ്പോൾ ഈ 3 വിരലുകളാണ് വ്യാനൻ. ശരീരം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഈ വ്യാനമുദ്ര. അടുത്തത് 4 വിരലുകൾ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഉദാനവായുവിൻ്റെ സ്പേസ് ഇവിടെ തൊണ്ടയുടെ ഭാഗത്താണ്. ഉദാനവായുവിന് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ പാരാതൈറോയിഡിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആവുള്ളൂ. പാരാതൈറോയിഡിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ
തൈറോയ്ഡ് കംപ്ലൈൻറ്റ് വരാതിരിക്കുള്ളൂ. പിന്നെ 5 വിരലുകളും ചേർത്ത് വയ്ക്കുമ്പം സമാന മുദ്ര, സമാന വായു, ബ്രെയിനും സ്പൈനും കവർ ചെയ്തിരിക്കുന്നതാണ് സമാന വായു. അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് 20 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കാലം വേഗത്തിൽ, നമ്മൾ സമയം കുറച്ച് എടുത്ത് മാത്രം ചെയ്യുന്നപ്പോൾ നിങ്ങൾ 20 പ്രാവശ്യം ചെയ്യാം. 1 2 3 4 5. അടുത്തത് അപാന മുദ്ര. 1 2 3 4 5. ധ്യാനമുദ്ര. 1 2 3 4 5. അടുത്തത് ഉദാനമുദ്ര. 1 2 3 4 5. അടുത്തത് സമാനമുദ്ര. 1 2 3 4 5. ഇനി മഹാമുദ്രയിൽ കൈവച്ച് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ വിടുക. അടുത്തത് കൈ അടിവയറിൻ്റെ കൂടെ കോർത്ത് വെച്ചിട്ട് ശ്വാസം എടുത്ത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം നടക്കുമ്പം ഗ്യാസ് മുകളിലേക്ക് പൊന്തിച്ചു വരും. ആ ഗ്യാസിൽ അണുക്കളുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ വന്നിട്ട് തൊണ്ട ചൊറിച്ചിലുണ്ടാക്കും, ശബ്ദം വിളയ്ക്കും, തൊണ്ട പഴുക്കുകയൊക്കെ ചെയ്യും. ആ അവശേഷിക്കുന്ന ആ ഗ്യാസ് അണുക്കളോടൊപ്പം പുറത്ത് കളയുന്ന പ്രക്രിയയാണ് ഇത്. ഇനി അനുലോമ വിലോമ പ്രാണായാമമാണ് ചെയ്യുന്നത്. പലരും വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. നാസികാ മുദ്രയിൽ കൈവച്ച് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തരുന്നത് കുറേ കൂടെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ഇത് അഗ്നി, ഇത് വായു, രണ്ടും കൂടെ ഇങ്ങനെ ചേരുമ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പീനിയൽ ഗ്ലാൻഡും കണക്ട് ചെയ്ത് വരും. അപ്പോൾ ഈ അഗ്നിയും വായും കൂടെ ചേരുമ്പോൾ ഒരു ജ്വലനം, ഒരു ഫ്ലെയിം അവിടെ ഉണ്ടാകും. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പീനിയൽ ഗ്ലാൻഡ് നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. നാക്ക് വളച്ച് പുറകിലേക്ക് ഒളിച്ചിട്ട് സാംഭവി മുദ്ര എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന സാംഭവി മുദ്ര എന്ന് പറയും. മൂക്കിൻ്റെ വലത്തെ ദ്വാരം തള്ള വിരലുകൊണ്ട് അടച്ചു പിടിക്കുന്നു. ഇടത്തെ കൈ ഇങ്ങനെ ചിന്മുദ്രയിൽ വയ്ക്കുന്നു. ഇടത്തെ ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കുന്നു. ശ്വാസം എടുക്കുമ്പോഴേക്കും ഒരു തൂവള്ള പ്രകാശം, ഭൂമിയിൽ നിന്നുള്ളൊരു ഊർജം ഇടത് കാലിൻ്റെ പെരുവിരലിൽ കൂടെ ഒരു ഡിവൈൻ ലൈറ്റ് ഇങ്ങനെ കാലിൽ കൂടെ കയറി നട്ടെല്ല് കംപ്ലീറ്റ് കവർ ചെയ്ത് ശരീരത്തിൻ്റെ ഇടതു ഭാഗം, ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉൾപ്പെടെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. എവിടെയാണോ വേദനകൾ, സംവേദനങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, രോഗബീജങ്ങൾ, മാലിന്യങ്ങളൊക്കെ ഉള്ള എല്ലാം തന്നെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നു. ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ഈ എടുത്ത ദൂരം അടച്ചു പിടിക്കുന്നു. മോതിര വിരലുകൊണ്ട് വലത്തെ ദൂരം ഓപ്പൺ ചെയ്യുന്നു. അതുവഴി ശ്വാസം പുറത്തേക്ക് വിടുന്നു. എല്ലാ ഇടത് ഭാഗത്തെ മുഴുവൻ നെഗറ്റീവ്സും പുകച്ചുള്ളുകളായി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി വലത്തെ ദൂരത്തിൽ കൂടെ ശ്വാസം എടുക്കുന്നു. വലത് കാലിലെ പെരുവിരൽ കൂടെ ഭൂമിയിൽ നിന്നുള്ള ദിവ്യ ചൈതന്യം, ഡിവൈൻ ലൈറ്റ്, തൂവള പ്രകാശത്തിൻ്റെ രൂപത്തിൽ വലത് കാലിൽ കൂടെ മുകളിലേക്ക് കടന്നു വരുന്നു. നട്ടൽ ഉൾപ്പെടെ ശരീരത്തിൻ്റെ വലത് ഭാഗം പൂർണ്ണമായിട്ടും റൈറ്റ് ഹെമിസ്ഫിയർ ഉൾപ്പെടെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അവിടുത്തെ വേദനകളും സംവേദനങ്ങളും തടസ്സങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്നു. മൂക്കിൻ്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുന്നു, ഇടത്തെ ദ്വാരം ഓപ്പൺ ചെയ്യുന്നു. അതുവഴി ശ്വാസം പുറത്തേക്ക് വിടുന്നു. വലതു ഭാഗത്തുള്ള മുഴുവൻ നെഗറ്റീവ്സും പുകച്ചുള്ളുകളായി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതും ഓരോന്നും ഒരു 7 പ്രാവശ്യം വീതമെങ്കിലും 2 വശം മാറി മാറി ചെയ്യുക. അനുലോമ വിലോമ പ്രാണായാമമെന്നും നാഡീശുദ്ധി പ്രാണായാമമെന്നും നാഡീശോധന പ്രാണായാമമെന്നും ഒക്കെ അതിൻ്റെ പേരുണ്ട്. അടുത്തത് ചെയർ പോസ്റ്റർ യോഗയാണ്. കട്ടിലിരുന്ന് ചെയ്യാവുന്ന, വയസ്സായവർക്ക് കട്ടിലിലോ സെറ്റിയിലോ ചെയറിലോ ഇരുന്ന് ചെയ്യാവുന്ന യോഗാസനങ്ങളാണ്. വളരെ സിമ്പിളാണ്. ആകെ 4 ആസനങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമം ആകണമെന്നുണ്ടെങ്കിൽ നട്ടലിനെ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നതായ ത്രികോണാസനം, പാർശ്വകോണാസനം, വിപരീത ത്രികോണാസനം, ഈ ആസനങ്ങൾ കൂടി ചെയ്തെങ്കിൽ മാത്രമേ സൂര്യ നമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമം ആകുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറേ കൂടെ എഫക്റ്റീവാണ് വയസ്സായവർക്ക് ഈ കട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ചെയറിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന ചെയർ പോസ്റ്റർ യോഗ. ആകെ 4 ആസനങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആദ്യം നമസ്കാരാസനം,
ശ്വാസം എടുത്തുകൊണ്ട് അർത്ഥചക്രാസനം, പുറകിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പാദകസ്താസനം, പാദത്തിലേക്ക് പിടിച്ച് മാക്സിമം തല കുമ്പിടുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈ രണ്ടും തൊടയെ കൊണ്ടുവയ്ക്കുന്നു. അടുത്ത അർത്ഥകടിചക്രാസനം, ഈ ഭാഗത്തെ വേദനകളൊക്കെ മാറാൻ വേണ്ടി വലത് കൈ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ചെയറിലാകുമ്പോൾ കൈ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടുവരാം. കട്ടിലൊക്കെ ആകുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് മാക്സിമം ചരിഞ്ഞ് വരിക. ഈ ഭാഗത്തെ വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത അർത്ഥകടി ചക്രാസനം, അടുത്ത കൈ ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം ചരിഞ്ഞു. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈ തുടരുന്നു. അടുത്ത അർത്ഥപവന മുക്താസനമാണ്. കൈ ഇങ്ങനെ വയ്ക്കുന്നു. ശ്വാസം എടുക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താടിയും നെറ്റിയും മുട്ടിക്കാം. ശ്വാസം എടുത്ത് നിവർന്ന് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴെ. അടുത്ത ശ്വാസം എടുക്കുന്നു. വിട്ടുകൊണ്ട് താടി മുട്ടിക്കുന്നു. നെറ്റി മുട്ടിക്കുന്നു. ശ്വാസം എടുത്ത് നിവർന്ന് വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴെ. അർത്ഥചക്രാസനം, നമസ്കാരാസനം തുടങ്ങിയെടുത്ത് തന്നെ വന്നു നിന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്, നല്ലതാണ്. ചെയർ പോസ്ചർ യോഗ. അടുത്തത് നമുക്ക് ഒരു ഓട്ടോ സജഷനാണ്. ഓട്ടോ സജഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു മെഡിറ്റേഷനെ കഴിഞ്ഞിട്ട് ഓട്ടോ സജഷൻ ചെയ്യണം, നല്ലതായിരിക്കും. അതിനു മുമ്പ് ഒരു ക്ലാപ്പിംഗ് ആൻഡ് ലാഫിംഗ് തെറാപ്പിയാണ്. ക്ലാപ്പിംഗ് ആൻഡ് ലാഫിംഗ് തെറാപ്പി ആകുമ്പം സുജോക്ക് എന്ന് പറഞ്ഞാൽ കൊറിയൻ തെറാപ്പിയിൽ സു എന്ന് പറഞ്ഞാൽ കൈപ്പത്തി, ജോക്ക് എന്ന് പറഞ്ഞാൽ കാൽപ്പത്തി. കൈപ്പത്തിയിലും കാൽപ്പത്തിയിലാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണക്ഷൻസും. അപ്പം ഈ ചൂണ്ടുവിരൽ വന്ന് തൊടുന്ന ഭാഗമാണ്, വളയ്ക്കുമ്പോൾ തൊടുന്ന ഭാഗമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗം. ചെറിയ വിരൽ വന്ന് തൊടുന്ന ഭാഗമാണ് നമ്മുടെ ലിവറിൻ്റെ ഭാഗം. ഇത് തലച്ചോറിൻ്റെ ഭാഗം. ഈ ബ്രെയിൻ ഫിംഗർ ടിപ്സൊക്കെ തലച്ചോറിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് ഈ അതുപോലെ ആമാശയം, വൻകുടൽ, ഇവിടെ ചെറുകുടൽ എല്ലാം കൈപ്പത്തിയിലും കാൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പം ഇൻറ്റേർണൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാവും. അതിനോടൊപ്പം തന്നെ ഒരു ലാഫിംഗ് തെറാപ്പിയും കൂടെ ശീലിക്കുമ്പം തൊണ്ടയിൽ നിന്നുള്ള ഈ ടോക്സിൻ അണുക്കളൊക്കെ പുറത്തേക്ക് പോകും. ശബ്ദം ക്ലിയറാവും. പിന്നെ അക്ഷരസ്ഫുടത കിട്ടും. വയസ്സായവർക്ക് അക്ഷരം ഉച്ചരിക്കുമ്പോഴത്തേ ചെറിയ വേരിയേഷനൊക്കെ വിറയിലൊക്കെ വരാം. അതൊക്കെ ഒന്ന് മാറാൻ ഈ ലാഫിംഗ് തെറാപ്പി, ചിരിക്കുമ്പോൾ നമ്മളെ സപ്ത നാഡീവ്യൂഹങ്ങൾ ഉണരും, ബ്രെയിനും നല്ലപോലെ ആക്ടിവേറ്റ് ആവും. അതിനുവേണ്ടി ക്ലാപ്പിംഗ് ആൻഡ് ലാഫിംഗ് തെറാപ്പിയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൈ കൊട്ടുമ്പോൾ ഇങ്ങനെ കൊട്ടാൻ പാടില്ല, ഇങ്ങനെയാണ് മുട്ടിക്കേണ്ടത്. 1 2 1 2 ആഹ ആഹ 1 2 1 2 3 ആഹ ആഹ एक तो ई एक तो ती एक तो ओहो ओहो एक तो ती ओहो ओहो एक तो ओहो ओहो एक तो ती ओहो ओहो हो एक दो ए है एक दो तीन है आहा आहा हा हे ओहो ओहो हो ओहो ओहो हो हे आहा आहा हा हे ओहो ओहो हो ओहो ओहो हो ആഹാ 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 ആഹാ. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു മെഡിറ്റേഷൻ എടുക്കാം. മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവാണ്. നോ മെഡിറ്റേഷൻ നോ ലൈഫ് എന്നാണ് പറയണത്. പിന്നെ KNOW നോ മെഡിറ്റേഷൻ നോ ലൈഫ്. ജീവിതം ആസ്വദിക്കുക, അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, ധ്യാനം ശീലിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതം ആസ്വദിക്കുക എന്നാണ്.
അപ്പം മെഡിറ്റേഷൻ നമ്മൾ തൊട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു കത്തി ജ്വലിക്കുന്ന തീഗോളം ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കാം. കൈകൾ ചിന്മുദ്രയിൽ വെച്ചിരിക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് ശ്വാസം എടുക്കുമ്പം ആ തീഗോളത്തിൽ നിന്നൊരു തീനാളം നമ്മുടെ കൺപുര്യങ്ങളുടെ മധ്യഭാഗത്തൂടെ തേടീ ചക്ര വഴി ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക. ശ്വാസഗതിക്ക് അനുസൃതമായി ആ തീനാളം ശരീരത്തിൽ മൊത്തം ഒരു തീ ജ്വാലയാക്കി മാറ്റുന്നു. ശരീരത്തിലെ ഈച്ച് ആൻഡ് എവരി സെല്ലുകൾ 10 ലക്ഷം കോടി സെല്ലുകളിലേക്കും ഈ തീനാളം ഒരു തീ ജ്വാലയായി മാറുന്നു. എവിടെയാണോ നമുക്ക് വേദനകൾ, സംവേദനങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, രോഗബീജങ്ങൾ, മാലിന്യങ്ങളൊക്കെ ഉള്ള എല്ലാം തന്നെ കത്തി കത്തി ഉരുകി അലിഞ്ഞില്ലാതാകുന്നു. ശ്വാസം വിടുമ്പോഴേക്കും ത്വക്കിലെ രോമകൂപങ്ങളുടെ പുകച്ചുള്ളുകളായി ഈ മുഴുവൻ നെഗറ്റീവ്സും പുറത്തേക്ക് കടന്ന് മുന്നിലിരിക്കുന്ന തീഗോളത്തിൽ വന്ന് കത്തിച്ചാമ്പലാകുന്നു. വീണ്ടും നറുപുഞ്ചിരിയോടുകൂടി ശ്വാസം എടുക്കുക. തീഗോളത്തിൽ നിന്നൊരു തീനാളം കൺപുര്യങ്ങളുടെ മധ്യഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചു കൊണ്ടുവന്നു നമ്മുടെ സ്വാദിഷ്ടാൻ ചക്രം നാഭിയോട് ചേർന്ന് തൊട്ട് താഴെയുള്ള പ്രദേശത്തേക്ക് പ്രസരിപ്പിക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് അടിഞ്ഞുകൂടി കിടക്കുന്നത്. പേടി, പരിഭ്രമം, പരീക്ഷ പേടി, ടെൻഷൻ, അനുസരണക്കേട്, കുസൃത്തരം, അസൂയ, കുശുമ്പ്, അക്രവാസന തുടങ്ങിയുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മുടെ ഉറ്റവർക്കോ ഉടയവർക്കോ ഒരു അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു തീ അഗ്നി ജ്വലിക്കും. ആ ഭാഗത്തെ നെഗറ്റീവ്സിനെ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനുള്ള മെഡിറ്റേഷനാണ്. നറുപുഞ്ചിരിയോടുകൂടി ശ്വാസം എടുക്കുന്നു. തീനാളം ഇതുവഴി ആവാഹിച്ചുകൊണ്ടെന്ന് ഇവിടെ പ്രസരിപ്പിച്ചു. അപ്പോൾ അവിടെയുള്ള അനുസരണക്കേട്, കുസൃത്തരം, അസൂയ, കുശുമ്പ്, അക്രവാസന എല്ലാം കത്തി കത്തി ഉരുകി അലിഞ്ഞ് ഇല്ലാതാകുന്നു. ശ്വാസം വിടുക. വിടുമ്പോഴേക്കും നാഭിയിലൂടെ ഈ നെഗറ്റീവ്സ് പുകച്ചുള്ളുകളായി ഈ തീഗോളത്തിൽ വന്ന് ആളിക്കത്തുന്നു, കത്തിച്ചാമ്പലാകുന്നു. ഒരു സൈക്ലിംഗ് സിസ്റ്റം. നല്ല ഊർജം തീനാളത്തിൻ്റെ രൂപത്തിൽ ഇതുവഴി സ്വീകരിക്കുന്നു, ഇവിടെ പ്രസരിപ്പിക്കുന്നു. അവിടുത്തെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ നെഗറ്റീവ്സൊക്കെ തന്നെ നാഭിയിലൂടെ പുകച്ചുള്ളുകളായി തീഗോളത്തിൽ വന്ന് കത്തിച്ചാമ്പലാകുന്നു. വീണ്ടും നറുപുഞ്ചിരിയോടുകൂടി ശ്വാസം എടുക്കുക. തീഗോളത്തിലുള്ള തീനാളം കൺപുര്യങ്ങളുടെ മധ്യഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് സ്വാദിഷ്ടാൻ ചക്രയിലേക്ക് പ്രസരിപ്പിക്കുക. നമ്മളെ പേടി, പരിഭ്രമം, ഉത്കണ്ഠ, ആലസ്യം, ടെൻഷൻ തുടങ്ങിയുള്ള എല്ലാ നെഗറ്റീവ്സും കത്തി കത്തി ഉരുകി അലിഞ്ഞില്ലാതാകുന്നു. ശ്വാസം വിടുക. അവിടുത്തെ നെഗറ്റീവ്സൊക്കെ തന്നെ നാഭിയിലൂടെ പുകച്ചുള്ളുകളായി പുറത്തേക്ക് കടന്ന് ഈ മുന്നിലിരിക്കുന്ന തീഗോളത്തിൽ വന്ന് ഭസ്മീകരിക്കപ്പെടുന്നു. വീണ്ടും നരപുഞ്ചിരിയോടുകൂടി ശ്വാസം എടുക്കുക. തീഗോളത്തിൽ നിന്നൊരു തീനാളം കൺപുര്യങ്ങളുടെ മധ്യഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് സ്വാദിഷ്ടാൻ ചക്രയിലേക്ക് പ്രസരിപ്പിക്കുക. നമ്മുടെ ഔദ്യോഗിക കാലാവധിയിൽ അല്ലെങ്കിൽ ആ സമയത്തോ അല്ലെങ്കിൽ മുൻ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നല്ല അനുഭവങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. നമ്മുടെ മോശപ്പെട്ട ചിന്തകൾ, നമുക്കുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെല്ലാം തന്നെ ഈ ഡീപ്പ് മൈൻഡിൽ, മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാം തന്നെ, സ്വാദിഷ്ടാൻ ചക്രകൾ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ ദുഷ്ടചിന്തകളും ദുർവിചാരങ്ങളും ദുർമോഹങ്ങളും എല്ലാം തന്നെ ഈ കത്തി കത്തി ഉരുകി അലിഞ്ഞ് ഇല്ലാതായി നാഭിയിലൂടെ പുകച്ചുള്ളുകളായി ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക് വന്ന് ഈ തീഗോളത്തിൽ വന്ന് ആളി കത്തട്ടെ, കത്തിച്ചാമ്പലാകട്ടെ. ഇനി ഈ സന്ദർഭത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ തീഗോളത്തെ നമുക്ക് പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് മടക്കി അയക്കാം. എന്നിട്ട് ഇരു കൈപ്പത്തികൾ നല്ലപോലെ കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിച്ച് മുഖം എല്ലാം തഴുകി തലോടുക. ചെവിയുടെ ഭാഗം, കഴുത്തിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, കൈപ്പത്തികൾ ഉൾപ്പെടെ കൈയുടെ മൊത്തം, പിന്നെ നെഞ്ചിൻ്റെ ഭാഗം, വയറിൻ്റെ ഭാഗം, തുടകൾ, കാൽമുട്ടുകൾ, കാൽവണ്ണകൾ, കണങ്കാൽ, കാൽപാദം. ഇപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു ഓട്ടോ സജഷൻ കൂടിയുണ്ട്. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്, ബോധ മനസ്സ്. ഹൃദയം എന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സ്. ഇത് കോൺഷ്യസ് മൈൻഡ്, ഇത് സബ് കോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന എല്ലാ മെസ്സേജും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൺവേ ചെയ്യും. ആ മെസ്സേജ് ബ്ലഡിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും പോസിറ്റീവായിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് ഈ മെസ്സേജിലൂടെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക. അത് സബ് കോൺഷ്യസിലേക്ക് കൺവേ ചെയ്യും, ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മളിപ്പം +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ ഭാവിയിൽ അവരുടെ അംബിഷൻ
എൻജിനീയർ ആകണോ, ഡോക്ടറാകണോ, കളക്ടറാകണോ, IPS ആണോ, IAS ആകണോ, സയൻറ്റിസ്റ്റ് ആകണോ, ഇങ്ങനെയുള്ള ചിന്തകൾ അതുകൂടെ ആഡ് ചെയ്ത് ഇതിനോടൊപ്പം പറയുക. പോസിറ്റീവുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ഇരുന്നിട്ട് വലത് കൈ കോൺഷ്യസ് മൈൻഡിലേക്ക്, ബോധ മനസ്സിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നു. ഇടത് കൈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കുന്നു. നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും പോസിറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ പോസിറ്റീവുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഞാൻ മിടുക്കനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സംതൃപ്തനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ അറിവ് കൊണ്ട് സമ്പന്നനാണ്, ഞാൻ ഏത് പരീക്ഷയും വിജയിക്കും, ഏത് പരീക്ഷണങ്ങളും അതിജീവിക്കും, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ്, ഞാൻ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും, ഞാൻ പഠിച്ച് ഉന്നതങ്ങൾ കീഴടക്കും, ഉയരങ്ങൾ എത്തിപ്പിടിക്കും, ഞാൻ എൻ്റെ വീടിനും നാടിനും അഭിമാനമായി മാറും, ഞാൻ അഭിമാനമായി മാറുക തന്നെ ചെയ്യും, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, ഞാൻ എൻ്റെ വീടിനും എൻ്റെ നാടിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ സ്ഥാപനത്തിനും സർവോപരി എൻ്റെ രാജ്യത്തിനും മാതൃകയായി തീരും, ഞാൻ മാതൃകയായി തീരുക തന്നെ ചെയ്യും, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, ഞാൻ അഭിമാനമായി മാറുക തന്നെ ചെയ്യും, ഞാൻ എൻ്റെ സഹജീവികളോട് സ്നേഹം, ദയ, കരുണ, വാത്സല്യം, അനുകമ്പ, മമതയുള്ളവനായിരിക്കും, ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒരു ജീവിയും വേദനിപ്പിക്കില്ല, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, ഞാൻ മാതൃകയായി തീരുക തന്നെ ചെയ്യും, ഞാൻ അഭിമാനമായി മാറുക തന്നെ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. കൈകൾ ഒന്നുകൂടെ കൂട്ടി തിരുമ്മിച്ച് ഒഴിച്ച് അപ്പം ഇത് ഇന്നത്തേക്ക് തൽക്കാലം ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അത് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഈ വീഡിയോ സശ്രദ്ധം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം. എൻ്റെ ഫോൺ നമ്പർ 9447020764. നന്ദി, നമസ്കാരം.